ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ VK. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് എക്സാമിനേഷന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മുടെ മുന്നിലുള്ളേ. ഈ വരുന്ന ക്രിസ്മസ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി സൈലം കൊമേഴ്സിന്റെ കിടലം സ്റ്റഡി പ്ലാൻ ആയിരുന്നു 10 days ചലഞ്ച് എന്ന് പറഞ്ഞ് 10 days ചലഞ്ചിലൂടെ എല്ലാ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ 9 ചാപ്റ്റേഴ്സ് ആണ് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 9 ചാപ്റ്റേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. സോ ഈ ചോദ്യങ്ങൾ റെഫർ ചെയ്തുകൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന്. സോ ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് വരാം. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പം ഓരോ ലെവൽസിനെയും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അതിന്റെ ടോപ്പ് ലെവലിൽ ആരൊക്കെയാണ് ഉണ്ടാകുന്നത്, മിഡിൽ ലെവലിലെ എംപ്ലോയീസിന്റെ പേരെന്താണ്, അതേപോലെ തന്നെ ലോവർ ലെവൽ എംപ്ലോയീസിന്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എക്സാമ്പിൾ സഹിതമാണ് എഴുതേണ്ടത്. ഇനി വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ടു ദ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് ഇസ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ചോദ്യം വന്നിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. എന്താണ് നേച്ചർ ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമാണ്. അപ്പം മക്കളെ, മാനേജ്മെന്റ് ഒരു ആർട്ടാണോ, സയൻസ് ആണോ, പ്രൊഫഷൻ ആണോ എന്നിങ്ങനെയുള്ള അതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഒരു 2 പോയിന്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്ത ചോദ്യം, കോർഡിനേഷൻ ഈസ് കൺസിഡർഡ് ആസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ്. കോർഡിനേഷൻ കൺസിഡർ ചെയ്യുന്ന എസെൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ എനി 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇറ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ആണ്. അപ്പം കോർഡിനേഷനെ എന്താണെന്ന് ആദ്യം നിങ്ങൾ എഴുതുക. അതിനുശേഷം കോർഡിനേഷന്റെ ഫീച്ചേഴ്സ് അറ്റ്ലീസ്റ്റ് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ട് 5 എണ്ണമെങ്കിലും എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നറേറ്റ് എനി 3 ഇമ്പോർട്ടൻസ് ഓഫ്, അതിന്റെ ഇമ്പോർട്ടൻസ് 3 ഇമ്പോർട്ടൻസ് നിങ്ങൾ എഴുതുക. സോ കോർഡിനേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. ബൈൻഡിങ് ഫംഗ്ഷൻ, ഇന്റഗ്രേഷൻ എന്നുള്ള ടേംസിലൊക്കെ കോർഡിനേഷനെ ചോദിക്കാറുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ 3 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സ്കേലാർ ചെയിൻ ആൻഡ് ഗാങ് പ്ലാൻ. ഇതേപോലുള്ള ചോദ്യങ്ങളായിരിക്കും സാധാരണ വരാൻ സാധ്യത കൂടുതൽ. കാരണം ഒറ്റയടിക്ക് നിങ്ങളോട് ഹെൻറി ഫയലിന്റെ 14 പ്രിൻസിപ്പിൾസ് എഴുതാൻ വേണ്ടി പറയുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ FWTയുടെ പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് എഴുതാൻ വേണ്ടി പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇത്തരത്തിൽ ഗാങ് പ്ലാൻ ചോദിക്കാം, സ്കേലാർ ചെയിൻ ചോദിക്കാം. ഇങ്ങനെ ചില പ്രിൻസിപ്പിൾ മാത്രം എടുത്തുകൊണ്ടായിരിക്കും ചോദിക്കാൻ സാധ്യത. മാക്സിമം ഒരു 4 മാർക്ക് 5 മാർക്കിനൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്സ് എഴുതാൻ വേണ്ടി പറഞ്ഞു. FW ടൈലർ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. സോ ഇതേപോലെ നമുക്ക് ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ടെക്നിക്സ് മുഴുവനായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ടെക്നിക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലത്തെ അടുത്ത ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ടോപ്പിക് ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. മക്കളെ ഓർത്ത് വെക്കാം, ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ഈ ഒരു പോർഷൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം നേരെ ഡയറക്റ്റ് ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എഴുതാൻ വേണ്ടി പറഞ്ഞോളുന്നില്ല. ഇതിലെ ചില പ്രിൻസിപ്പിൾസും ടെക്നിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാനിവിടെ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് നിങ്ങൾ സ്കേലാർ ചെയിൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. എന്താണ് സ്കേലാർ ചെയിൻ? എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സ്കേലാർ ചെയിനും അതേപോലെ തന്നെ ഗാങ് പ്ലാങ്ങിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന പ്രിൻസിപ്പിൾ. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെയിം യൂണിറ്റി ഓഫ് ഡയറക്ഷനും ചോദിക്കാറുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദെൻ എസ്പ്രിറ്റ് ഡി കോപ്സ് എന്ന പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. എസ്പ്രിറ്റ് ഡി കോപ്സ് എന്ന പ്രിൻസിപ്പിളും ചോദിക്കാറുണ്ട്. അടുത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ടെക്നിക്സ് ചോദിക്കാറുണ്ട്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. സോ ആ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിന്റെ ചിത്രം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഫാറ്റിക് സ്റ്റഡി. ഓക്കെ, ഈ ടെക്നിക്സ് ആണ് നിങ്ങൾ 2 എണ്ണം പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ടത്. സോ മറക്കരുത്, ഇത്രയും ടോപ്പിക്കുകൾ റെഫർ ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കാം. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഒറ്റ കോൺസെപ്റ്റ് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒന്നെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ രൂപത്തിലായിരിക്കും ചോദിക്കുക, ഒരു 4 മാർക്കിനായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ സാർ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ചോദ്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അപ്പം ഒന്നെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ഇതേപോലെ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിക്കാനാണ് സാധ്യതയുള്ളത്. സോ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സോ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി 4ാമത്തെ ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രൊസീജിയർ പ്രോഗ്രാംസ് പറഞ്ഞാലും ടൈപ്സ് ഓഫ് പ്ലാനുമായിട്ടുള്ള ചോദ്യമാണ്. അപ്പം
മക്കളെ പ്ലാനിംഗ് എന്ന ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് പ്ലാനുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം വരാൻ സാധ്യത കൂടുതലുണ്ട്. അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാൻ സാധ്യത. എന്താണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണ് ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒബ്ജക്റ്റീവ്സ് എന്ന നമുക്കറിയാം ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡെസ്റ്റിനേഷൻ ഇറങ്ങിയിട്ടുള്ള പ്ലാനാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ക്രൊണോളജിക്കൽ സീക്വൻസ് ആണ്. പ്രോഗ്രാംസ് പറഞ്ഞാൽ അതായത് നമുക്ക് കൃത്യമായിട്ട് അറിയാം, കൃത്യമായിട്ട് ഈ പ്ലാനിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പം ഇതേപോലെ ടൈപ്സ് റൂൾ ഉണ്ട്, അപ്പോൾ ഇതേപോലെ ടൈപ്സ് ഓഫ് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനടുത്ത് ഇറ്റ് ഈസ് എൻ എക്കണോമിക് ആക്ട്, ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ഓഫ് തിങ്കിങ് റാദർ ദാൻ ഡൂയിങ് അല്ലേ. തിങ്കിങ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ ഉണ്ടാവണം, ദാറ്റ് ഈസ് പ്ലാനിങ് ആണ് അല്ലേ. തിങ്കിങ് ഫംഗ്ഷനാണ് നമ്മൾ പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. സോ ഒന്നാമത്തെ എന്താ, ഐഡന്റിഫൈ ദ ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് പ്ലാനിങ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതേപോലെ തന്നെ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ഐഡന്റിഫൈ ചെയ്യുക. മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ രണ്ട് കോൺസെപ്റ്റ് ആയിരിക്കും പ്ലാനിംഗ് എന്ന് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അതായത് സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാനുമായി ബന്ധപ്പെടുത്തിക്കുന്ന ചോദ്യം ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരും. നിങ്ങൾ കൃത്യമായിട്ട് കോൺസെപ്റ്റ് പഠിച്ചോളാം. ഇനി അടുത്ത ചോദ്യം ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിംഗ് വളരെ വലിയ ചാപ്റ്റർ ആണ്. ഓർഗനൈസിംഗ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. ഓർഗനൈസിംഗിൽ 4 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണുള്ളത്. ഈ 4 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി അടുത്ത് സ്റ്റാർ ലിമിറ്റഡ് പ്രൊഡ്യൂസേഴ്സ് 3 types of products, കോസ്മെറ്റിക്സ്, ഗാർമെന്റ്സ് ആൻഡ് മെഡിസിൻ. അപ്പം സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 3 തരത്തിലുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ പറഞ്ഞ കോസ്മെറ്റിക്സ് ഉണ്ട്, ഗാർമെന്റ്സ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്. ഗാർമെന്റ്സ് പറഞ്ഞാൽ എന്താ, ഡ്രസ്സിന്റെ കേട്ടോ, തുണിത്തരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, സജസ്റ്റ് എ സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോർ സ്റ്റാർ ലിമിറ്റഡ്. സ്റ്റാർ ലിമിറ്റഡിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു, സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആൻസർ എന്താണ്, ഫങ്ഷണൽ സ്ട്രക്ചർ ആണ് അല്ലേ. ഫങ്ഷണൽ സ്ട്രക്ചർ ആണോ? അല്ല, ഫങ്ഷണൽ സ്ട്രക്ചർ അല്ല. കാരണം എന്താണ് മക്കളെ, ഇവിടെ 3 പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡിവിഷണൽ സ്ട്രക്ചർ ആണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഡിവിഷണൽ സ്ട്രക്ചർ ആണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പം ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതേപോലെ തന്നെ ഓരോന്നിന്റെ ബെനിഫിറ്റ്സും അതായത് മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിച്ചു വെക്കുക. ഒരു ചോദ്യം ഷുവറാണ്. ഇനി ഇത് അഡ്വാൻറ്റേജ് ഇവിടെ ചോദിച്ചിട്ടുണ്ടോ, ഈ ഡയഗ്രാം വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 3 പ്രൊഡക്റ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 3 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 3നും എന്തുണ്ടായിരിക്കും, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതാണ് ഈ കോൺസെപ്റ്റ് കേട്ടോ. 3നും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഡിവിഷണൽ സെക്ഷൻ ഉണ്ടായിരിക്കും. ആ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക. ഇനി അടുത്ത് വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. 3 എലമെന്റ്സ് ആണുള്ളത്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. ഈ 3ഉം എന്താണെന്നുള്ള കാര്യം എഴുതി വെക്കുക. 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി അടുത്ത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എനി 5. ഇത് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് മക്കളെ. അപ്പം ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നും ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ള കാര്യം ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. 5 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, സെൻട്രലൈസേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, സെൻട്രലൈസേഷൻ ഉണ്ട്. ഓക്കെ, സെൻട്രലൈസേഷൻ ഉണ്ട്, ഡീസെൻട്രലൈസേഷൻ ഉണ്ട്. ഓക്കെ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഉള്ള കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഇതും ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഇനി ഒരു 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്താണ്. അതേപോലെ തന്നെ സ്പാൻ ഓഫ് കൺട്രോൾ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കോൺസെപ്റ്റ് ആണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ്, സെക്കൻഡ് ടേം പോർഷൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാഫിംഗ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് വരാറുണ്ട്. ബേസിക്കലി 4 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. സോ ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ വേരിയസ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലെ നമുക്കറിയാം ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ എക്സ്പ്ലെയിൻ എനി എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് 2 തരത്തിലുണ്ട്, ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. അപ്പോൾ കൂടുതലും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുള്ളത് എക്സ്റ്റേണൽ സോഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. സോ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, കാഷ്വൽ കോളേഴ്സ് ഉണ്ട്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട്. സോ ഇങ്ങനെ കുറേ അധികം റിക്രൂട്ട്മെന്റ് സോഴ്സസ് അവൈലബിൾ ആണ്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ എക്സ്റ്റേണൽ സോഴ്സ് അവൈലബിൾ ആണ്, അത് നോക്കി വെക്കുക കേട്ടോ. ദെൻ ഡിസ്ക്രൈബ് വേരിയസ് സ്റ്റെപ്സ് ഇൻ ദി സ്റ്റാഫിംഗ് പ്രോസസ്. സ്റ്റാഫിങ്ങിലെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം ഇത് ഒരുപക്ഷെ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് ചോദിക്കാറുണ്ട്. 8ഓളം സ്റ്റെപ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത് SAക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. അതേപോലെ പ്രധാനപ്പെട്ടതാണ് സെലക്ഷന്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്. സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് പ്രോസസ് എന്ന് പറയാറുണ്ട്, അത് എന്തുകൊണ്ടാണ്, വൈ എന്ന് ചോദിക്കാറുണ്ട്. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് സെലക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. സോ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. എന്തെല്ലാം ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ എന്തെല്ലാം സ്റ്റെപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. 2 ടെസ്റ്റുകൾ നമുക്കറിയാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്
ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ് എന്നൊക്കെ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്സും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. രണ്ടും എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇനി 7ാമത്തെ ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് സൂപ്പർവിഷൻ? എക്സാമിൻ എനി 6 മൾട്ടിപ്പിൾ റോൾസ് പെർഫോംഡ് ബൈ സൂപ്പർവൈസർ. ഒരു സൂപ്പർവൈസർ പെർഫോം ചെയ്യുന്ന റോളുകൾ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് എന്താണ്, ഫംഗ്ഷൻസ് എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ ഒറ്റ കോൺസെപ്റ്റ് സൂപ്പർവിഷൻ്റെ കേസ് നമുക്ക് പഠിക്കാനുള്ളൂ. അത് നമ്മുടെ റോൾ ഓഫ് എ സൂപ്പർവൈസർ എന്ന കോൺസെപ്റ്റാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ച് വെക്കുക. ചിലപ്പോൾ ഷോർട്ട് എസ്സേ ഒരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. Then state need hierarchy theory of motivation by Abraham Maslow. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി നമ്മൾ പഠിച്ച ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് ബേസിക് ആയിട്ട് 5 നീഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അത് കൃത്യമായിട്ട് ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കുക, ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂ എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കുക. രണ്ടും അത് വരക്കാൻ പാകത്തിൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ കുറിച്ച് നോട്ട് ചെയ്യുക. അത് എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ അതൊരു പ്രിഡിക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് രണ്ടും ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് സ്കിപ്പ് അടിക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. 2 കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ കുറിച്ച് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് വരയ്ക്കാൻ പാകത്തിൽ നിങ്ങൾ എന്താക്കുക, സെറ്റാക്കി വെക്കാം. ഇനി അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ലീഡർഷിപ്പ് സ്റ്റൈൽ. നമുക്കറിയാം 3 ടൈപ്പ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ഓട്ടോക്രാറ്റിക് ആൻഡ് ഡെമോക്രാറ്റിക് ആൻഡ് ലെയ്സിസ്ഫെയർ ഉണ്ട്. അപ്പം ഈ സ്റ്റൈൽസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇതിന് അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇത് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, രണ്ടിന്റെയും ഡിഫറൻസ് പഠിച്ചു വെക്കാം. അടുത്ത്, സൺ ലിമിറ്റഡ് ഓഫർ ഷെയർസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ മാർക്കറ്റ് പ്രൈസ്. അതായത് സൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്തു, എംപ്ലോയീസിന് ഷെയർ ഓഫർ ചെയ്തു. അതായത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ റേറ്റിൽ. വിച്ച് മീൻസ് 10 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ MP എത്രയാണ് 10 രൂപയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 8 രൂപയ്ക്ക് എന്ത് ചെയ്തു, അവർക്ക് ഷെയർ കൊടുത്തു. അതാണ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ റേറ്റിൽ. അപ്പോൾ ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻസെന്റീവ് ഓഫർ ടു എംപ്ലോയീസ്. ഏത് ടൈപ്പ് ഇൻസെന്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നെയിം ദ ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ എനി 4 സിമിലർ ടൈപ്സ് ഓഫ് ഇൻസെന്റീവ്. അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഫൈനാൻഷ്യൽ ഇൻസെന്റീവിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ മക്കളെ ഇവിടെ 2 ടൈപ്പ് ഇൻസെന്റീവ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ഫൈനാൻഷ്യൽ ഇൻസെന്റീവും അതേപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവും പഠിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും പ്രധാനപ്പെട്ടതാണ്. എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻസെന്റീവ് എന്ന ഭാഗം. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മുടെ 8ാമത്തെ ചാപ്റ്ററാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. കൺട്രോളിംഗ് എന്ന ചാപ്റ്റർ ബേസിക്കലി 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, പ്ലാനിങ്ങും കൺട്രോളിംഗ് തമ്മിലുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതൊരു 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി മറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, തീർച്ചയായിട്ടും നമുക്ക് കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് ഉണ്ട്. ആ കൺട്രോളിങ്ങിന്റെ ഏതെങ്കിലും 4 സ്റ്റെപ്പുകൾ, കൃത്യമായിട്ട് 5 സ്റ്റെപ്പാണ് മൊത്തം ഉള്ളത്. സോ 5 സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. നമുക്കറിയാം SM CAT എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്പ് പഠിക്കാൻ സിമ്പിൾ ആണ്. അല്ല സ്വീറ്റ് മൈ കാറ്റ് എന്നുള്ള ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് എന്താക്കാം, അത് ഓർമ്മിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഫൈനൽ ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ. ഒരുപാട് കോൺസെപ്റ്റുകൾ, ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തുന്ന ഡീറ്റെയിൽ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ കാണല്ലേ, ലൈവ് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കണ്ട് മനസ്സിലാക്കി ഉഷാറായിട്ട് പഠിക്കാം കേട്ടോ. സോ ചോദ്യം ഇതാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. താഴെ കുറച്ച് 3 ടേംസ് കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ. ഡിവിഡൻഡ് ഡിസിഷൻസ് നമ്മൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ മാനേജർ 3 ടൈപ്പ് ഓഫ് ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഈ 3 ഡിസിഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഒരു ചോദ്യം ഉറപ്പാണ്, കൺഫേം ആണ്, നിർബന്ധമായിട്ട് ചോദിക്കും. 3 ടൈപ്പ് ഓഫ് ഡിസിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ഓർമ്മ വെക്കുക. മിക്സ് ബിറ്റ്വീൻ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്, അതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാൽ ഫൈനാൻസ് ഡീൽ ചെയ്യുക. അതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷൻ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ദ കോൺസെപ്റ്റ് റെഫേഴ്സ് ടു ദി മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് ഇൻ ദി ക്യാപിറ്റലൈസേഷൻ. ഏതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പറയുന്ന പോലെ തന്നെ ഓണേഴ്സ് ഫണ്ടിന്റെയും ബോറോഡ് ഫണ്ടിന്റെയും മിക്സ് കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. എക്സ്പ്ലെയിൻ വേരിയസ് ഫാക്ടേഴ്സ് എഫക്ട് ദാറ്റ്. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതൊരു 5 എണ്ണം നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 8 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ എഫക്ട് ചെയ്യുന്ന അല്ലെ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതെല്ലാമാണ് മക്കളെ. നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ നമുക്കറിയാം കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ആണ്. അതേപോലെ തന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിന് ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്, ടോട്ടൽ വാല്യൂ ഓഫ്
കറണ്ട് അസറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ അറിയാം. സോ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സോ അത് നിങ്ങൾ ഒരു 5 എണ്ണം മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, 5 പോയിന്റ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ എനി 4 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്, അതായത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫിക്സഡ് അസറ്റിന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്യാപിറ്റലിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. സോ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ അതിന്റെ കോൺസെപ്റ്റ് ഉണ്ട്, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഫാക്ടേഴ്സും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ ഈ ഒരു 4 ചോദ്യം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഷുവർ ആയിട്ട് ഇതിൽ ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പം ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ടൊക്കെ ചോദിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി എല്ലാ സബ്ജക്റ്റിലെയും 10 ഡേയ്സ് ചലഞ്ചിന്റെ ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. സോ ആ ക്ലാസ്സുകൾ എടുത്ത് കാണുക, ഈ ചോദ്യങ്ങൾ വെക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്തുകൊണ്ട് അത് വെച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിലേക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.